ഹായ്. ഒരു പുതിയ പാർട്ട്ണറെ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളും കാൽക്കുലേഷൻസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ച എല്ലാത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒരുമിച്ച് പ്രയോഗിക്കേണ്ട ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അഥവാ പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ന്യൂ ഫേം. പുതിയ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ്. പുതിയ ഫേം എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ട്ണർ കൂടി ഉൾപ്പെട്ട ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇല്ലസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. നമ്മൾ ഇന്ന് മറ്റൊരു ഇല്ലസ്ട്രേഷൻ കൂടി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 2. ഈ ഏരിയയുടെ പ്രത്യേകത, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതും ഒരു പക്ഷേ അത് 8 മാർക്കിന് തന്നെ ആവാനും സാധ്യതയുള്ള ഏരിയ ആണ്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേഷൻ, സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേഷൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, ട്രീറ്റ്മെൻറ്റ് ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ചിലപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടിയും വരും. അപ്പോൾ നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ആശിഷ് Datta were partners in a firm sharing profits in 3:2. On January 1st, 2015, they admitted Vimal for 1/5 share in profits. The balance sheet of Ashish and Datta as on January 1st, 2016 was as follows. 2 പേരുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ പുതിയൊരു പാർട്ട്ണറെ, വിമൽ എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാണ്. നിലവിലുള്ള അഥവാ ഓൾഡ് പാർട്ട്നേഴ്സാണ് ആശിഷും ദത്തയും. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2. അവരുടെ നിലവിലുള്ള ബാലൻസ് ഷീറ്റാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് ദ വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ബി ഇൻക്രീസ്ഡ് ബൈ ₹15,000. ദ വാല്യൂ ഓഫ് പ്ലാന്റ് ഇൻക്രീസ്ഡ് ബൈ 10,000. Goodwill of the firm be valued at ₹20,000. Vimal to bring in capital ₹1 lakh. അപ്പോൾ ഈ വിമൽ എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ഇൻഫോർമേഷൻസ് ഉണ്ട്. പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അസറ്റ്സും ലയബിലിറ്റീസൊക്കെ റീവാല്യൂ ചെയ്തപ്പോഴുണ്ടായ മാറ്റം, വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 15,000 രൂപ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ 35,000 ആണ്. അത് 15,000 ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള വാല്യൂ 50,000 രൂപ. ദെൻ പ്ലാന്റിൻ്റെ വാല്യൂ ഇൻക്രീസ്ഡ് ബൈ ₹10,000. 45,000 ആണ് നിലവിലുള്ള ബുക്ക് വാല്യൂ ഓഫ് പ്ലാന്റ്. അതിൽ 10,000 രൂപയുടെ വർധനവ്. പ്ലാന്റിൻ്റെ നിലവിലുള്ള മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂവിനെക്കാട്ടിലും 10,000 രൂപ കൂടുതലാണ്. ദെൻ ഗുഡ് വിൽ ഓഫ് ദ ഫേം ബി വാല്യൂഡ് അറ്റ് ₹20,000. ആ സ്ഥാപനത്തിൻ്റെ മൊത്തം ഗുഡ് വിൽ വാല്യുവേഷൻ നടത്തി. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ കണ്ടെത്തിയത് 20,000 രൂപയാണ്. അപ്പോൾ ഇൻകമിങ് പാർട്ട്ണറായിട്ടുള്ള വിമൽ എന്ത് ചെയ്യണം? പ്രീമിയം ഫോർ ഗുഡ് വിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി അയാളുടെ ഷെയർ നമ്മൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഇത് സ്ഥാപനത്തിൻ്റെ മൊത്തം ഗുഡ് വിൽ. അയാളുടെ ഷെയർ എത്രയായിരിക്കും? 20,000 ഇൻറ്റു അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. അയാളുടെ പ്രോഫിറ്റ് ഷെയറിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ടാണ് പ്രീമിയം ഫോർ ഗുഡ് വില്ലായി കൊണ്ടുവരേണ്ടത്. അതായത് 20,000ൻ്റെ 1/5 എന്ന് പറയുമ്പോൾ ₹4,000 ആയിരിക്കും. ദെൻ വിമൽ ടു ബ്രിങ് ഇൻ ക്യാപിറ്റൽ ₹1 lakh. വിമൽ 1 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. നമ്മളോട് പറഞ്ഞുള്ളത് പ്രിപ്പയർ റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, നമുക്കിത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്
റീവാലുവേഷൻ അക്കൗണ്ടാണ്. റീവാലുവേഷൻ ചെയ്യുന്നത് എന്തിനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ടു റീവാല്യൂ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ബിസിനസ്. ഈ കേസിൽ 2 അസറ്റ്സിൻ്റെ മാത്രം റീവാലുവേഷനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ 15,000 രൂപ ഇൻക്രീസ് ചെയ്തു. 2, പ്ലാന്റ് വാല്യൂ 10,000 രൂപ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 2 അസറ്റിൻ്റെ ഇൻക്രീസ് ഇൻ അസറ്റ് അതുപോലെ ഡിക്രീസ് ഇൻ ലയബിലിറ്റി നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻക്രീസ് ചെയ്തതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ബൈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 15,000 രൂപയാണ് ഇൻക്രീസ് ചെയ്തത്. ആ ചേഞ്ച് മാത്രമാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. ദെൻ പ്ലാന്റ് അക്കൗണ്ട് എത്ര രൂപയാണ് വ്യത്യാസം ഉണ്ടായത്? 10,000 രൂപ. ബൈ പ്ലാന്റ് ₹10,000. മറ്റൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പ്രൊവിഷൻ നിലവിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻ ഉണ്ട്, പക്ഷേ ആ പ്രൊവിഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട കാര്യം പറഞ്ഞില്ല. വേറെ ലയബിലിറ്റീസിലൊന്നും ഡിഫറൻസ് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാം, ടോട്ടൽ 25,000 രൂപ റീവാലുവേഷൻ പ്രോഫിറ്റാണ്. ഇൻക്രീസ് ചെയ്ത വാല്യൂസ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റീവാലുവേഷൻ പ്രോഫിറ്റിനെ എങ്ങനെ ചെയ്യാം? റീവാലുവേഷൻ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾഡ് പാർട്ട്നേഴ്സ്, പഴയ പാർട്ട്നേഴ്സിനുള്ളതാണ്. പഴയ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? 2 ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ആശിഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 15,000 രൂപ. എങ്ങനെ 15,000 രൂപ കിട്ടിയത്? ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 ആണ്. അഥവാ 25,000 ഇൻറ്റു 3/5 ₹15,000 ആൻഡ് ദത്താസ് ക്യാപിറ്റൽ അക്കൗണ്ട് ₹10,000. ടോട്ടൽ 25,000 റീവാലുവേഷൻ പ്രോഫിറ്റ്. ദെൻ റീവാലുവേഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ആദ്യത്തെ എൻട്രി, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ആദ്യത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ബൈ ബാലൻസ് ബ്രോ ഡൗൺ ആശിഷിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നോക്കുക. ₹80,000. ദത്തയുടെ ക്യാപിറ്റൽ ബാലൻസ് ₹35,000. ദെൻ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ഉണ്ട്. അത് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതാൻ നമുക്ക് കഴിയില്ല, കാരണം അയാൾ പുതുതായി വന്നതാണ്. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വിമൽസ് ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ നമുക്കത് അക്കൗണ്ട് ചെയ്യാം. ബൈ ക്യാഷ് വിമൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു ₹1 lakh. ദെൻ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, പുതിയൊരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഫക്റ്റ് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഏതാ? പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് ചെയ്യാണ്. ഇവിടെ സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ വാല്യൂ ചെയ്തിട്ടുണ്ട്. അതെത്രയാണ്? ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈക്വൽ ടു ₹20,000. അത് മുഴുവൻ അയാൾ കൊണ്ടുവരണോ പ്രീമിയം ഫോർ ഗുഡ് വില്ലായിട്ട്? വിമൽ വേണ്ട, അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിന് ആനുപാതികമായിട്ടുള്ള ഷെയർ ഓഫ് ഗുഡ് വില്ലാണ് കൊണ്ടുവരേണ്ടത്. അതായത് വിമൽ ഷെയർ ഈക്വൽ ടു 20,000 ഇൻറ്റു 1/5 ഈക്വൽ ടു ₹4,000. ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ ഏതായിരിക്കും? ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പഴയ റേഷ്യോ തന്നെ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ. കാരണം പഴയ പാർട്ട്നേഴ്സിൻ്റെ റിലേറ്റീവ് പ്രപ്പോർഷനിൽ യാതൊരു മാറ്റവും വന്നതായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു 3:2. സോ പ്രീമിയം ഫോർ ഗുഡ് വിൽ ₹4,000 ഈസ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ ദയർ സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഇവിടെ 3:2 ആണ്. ഇതിൻ്റെ ജേണൽ എൻട്രി നമുക്കറിയാം. പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ആശിഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 2,400 ടു ദത്താസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1,600. ഓക്കെ, ദെൻ ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു ഐറ്റം കൂടി ഉണ്ട്. അതേതാണ്? റീവാലുവേഷൻ പ്രോഫിറ്റ്. റീവാലുവേഷൻ പ്രോഫിറ്റ് ഓൾഡ് പാർട്ട്നേഴ്സിനുള്ളതാണ്. അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. നമ്മൾ ഓൾറെഡി റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അവിടെ നമുക്ക് കാണാം 2 ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആശിഷ്. ഇപ്പോൾ ജേണൽ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് അപ്റ്റ് 2 ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ആശിഷ് ക്യാപിറ്റലിലേക്ക് 15,000. ബൈ റീവാലുവേഷൻ അക്കൗണ്ട് ആശിഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 15,000, ദത്തയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉള്ളതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ബാലൻസ് ചെയ്യാം ക്യാപിറ്റൽ അക്കൗണ്ടിനെ. ടോട്ടൽ 97,400, 46,600,
വിമൽ 1 lakh. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റിൽ എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് 97, 400, 46, 600 ആൻഡ് 1 lakh. എന്തായിരിക്കും? ടു ബാലൻസ് carried out. Closing balance of capital account after admission of വിമൽ. നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ നിലവിലുള്ള ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സ് ഒക്കെ നോക്കുക. ആദ്യത്തെ ഐറ്റം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് മാറ്റം ഉണ്ടായല്ലോ. 15,000 രൂപ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. 15,000 രൂപ ഇൻക്രീസ് ആണ്. നമുക്കിവിടെ റീവാലുവേഷൻ അക്കൗണ്ടിലായി ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ നേരത്തെ എത്ര രൂപ ഉണ്ടായിരുന്നു? 35,000. വിമലിൻ്റെ അഡ്മിഷൻ്റെ മുമ്പ് ഈ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ, നമ്മുടെ ബുക്ക് വാല്യൂ 35,000 ആയിരുന്നു. ഇപ്പോൾ അത് 50,000 ആയി ഇൻക്രീസ് ചെയ്തു. ദെൻ പ്ലാന്റിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്ലാന്റിന് 10,000 ഇൻക്രീസ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും? 55,000. നേരത്തെ പ്ലാന്റിൻ്റെ വാല്യൂ 45,000 ആയിരുന്നു. അതിന് 10,000 ഇൻക്രീസ് വന്നതോടുകൂടി പുതിയ ബുക്ക് വാല്യൂ 55,000. ഓക്കെ. ദെൻ അടുത്ത അസറ്റാണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിനൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. ലെസ് പ്രൊവിഷൻ 2,000. ബാലൻസ് ഷീറ്റിൽ കാണുന്ന എമൗണ്ട്, ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 20,000. ദെൻ അടുത്ത ഐറ്റം സ്റ്റോക്ക് 35,000. ഈ അസറ്റ്സിനൊന്നും വാല്യൂ മാറിയിട്ടില്ല. ക്യാഷിന് മാറ്റം ഉണ്ടാവുമല്ലോ. എങ്ങനെ ക്യാഷിന് മാറ്റം ഉണ്ടാവുക? വിമൽ വരുന്നതിന് മുമ്പ് ക്യാഷ് എത്രയുണ്ട്? ₹5,000. വിമൽ എത്ര രൂപ കൊണ്ടുവന്നു? 1 lakh ക്യാപിറ്റലും 4,000 പ്രീമിയം ഫോർ ഗുഡ്വില്ലും. അപ്പോൾ 5,000 പ്ലസ് 1 lakh പ്ലസ് 4,000 എത്രയുണ്ടാവും? 1,09,000 ആണ് നിലവിൽ നമ്മുടെ സ്ഥാപനത്തിലെ ക്യാഷ് ബാലൻസ്. ഇപ്പോൾ അസറ്റ്സ് നമ്മൾ എൻട്രി പൂർത്തിയായി. ദെൻ ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 15,000. ലാബിലിറ്റീസിനൊന്നും വാല്യൂവിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് 15,000. ദെൻ ബിൽസ് പേയബിൾ 10,000. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്സിൻ്റെ വാല്യൂ എവിടെ ഉണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 97,400 ഫോർ ആശിഷ്. ദത്ത 46,600. വിമൽ 1 lakh. എത്രയാണ്? ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ വിമലിൻ്റെ പേര് കൂടി ഉണ്ടല്ലോ. നേരത്തെ വിമൽ ഇല്ലാത്ത ബാലൻസ് ഷീറ്റായിരുന്നു. വിമലിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞു, അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം പൂർത്തിയായി. ഇപ്പോൾ വിമൽ കൂടി ഉൾപ്പെട്ട ബാലൻസ് ഷീറ്റാണ് നമ്മുടെ ഫേമിൻ്റെ. ഓക്കെ. അപ്പോൾ ടോട്ടൽ 2,69,000 അസറ്റ്സ്, 2,69,000 ലാബിലിറ്റീസ്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ. താങ്ക് യു.